തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം എളമക്കര തെരേസ സ്പിനലിക് പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻറ് മെൻറ്ററായിട്ടുള്ള ടിൻഡു സോണി മാം കൂടെയുണ്ട്. മാമിനെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടി രണ്ടുപേരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്ററെ, ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയൊരു ചോദ്യമാണ്. പലരും എപ്പോഴും തനിക്ക് അസുഖമാണെന്ന് പറയുന്ന ചിലരുണ്ട്. ഇടയ്ക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകണം എന്നും എന്തൊക്കെയോ രോഗങ്ങളാണ് തനിക്കെന്ന് കരുതുന്ന ചിലർ. ഇതൊരു മാനസിക പ്രശ്നമാണോ? ആരോഗ്യ മേഖലയെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ ഈ ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സൊമാറ്റോഫോം ഡിസോർഡർ അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്നറിയപ്പെടുന്ന ഒരു വില്ലനാണിത്. ഓക്കെ, കാരണം ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നു എന്ന് സബ്ജക്റ്റീവായിട്ട്, അതായത് അയാൾക്ക് തന്നെ തോന്നുന്നു, എനിക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് മരുന്ന് വാങ്ങിക്കണം, ഡോക്ടറെ കാണണം എന്നൊക്കെ തോന്നുന്നു. ഈ ഒരു കംപ്ലൈൻറ്റുമായിട്ട്, അതായത് ശരീരത്തിൽ അവരുടെ ഒരു രോഗാവസ്ഥയുമായിട്ട് അവർ ഡോക്ടറെ കാണുന്നു, അല്ലെങ്കിൽ അവർ അതിനുള്ള ചികിത്സാ വിധികൾ തേടുന്നു. പക്ഷേ മെഡിക്കലി സയൻറ്റിഫിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിന് പ്രത്യേകിച്ച് ഒരു രോഗം അല്ലെങ്കിൽ രോഗം വരാനുള്ളൊരു കാരണം ആ ഒരു സമയത്ത് കാണുന്നില്ല. അയാൾ ആ ഒരു സമയത്ത് രോഗാവസ്ഥയിലാണ് എന്ന് തെളിയിക്കപ്പെടുന്നുമില്ല. പക്ഷെ ഇയാൾക്ക് രോഗമുണ്ടെന്നുള്ളൊരു ചിന്തയാണ്. അതിനുവേണ്ടി തന്നെ ആശുപത്രികളിൽ കയറിയിറങ്ങുന്നു, ഡോക്ടേഴ്സിനെ കാണുന്നു, ചികിത്സകൾ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, പലരുടെയും കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു നമുക്കൊരു നല്ലൊരു ചർച്ചാ വിഷയമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് അത് കൂടുതൽ കണ്ടുവരുന്നത്? നമുക്ക് ഇന്നൊരു പ്രായത്തിലാണ് കൂടുതലെന്ന് പറഞ്ഞു വെക്കാൻ പറ്റില്ല എങ്കിലും മെജോറിറ്റി നമ്മൾ കാണുന്നത് ഒരു മിഡിൽ ഏജ്കാരിലാണ്. മിഡിൽ ഏജ് അല്ലെങ്കിൽ ഒരു എൽഡർലി ലൈഫിലേക്ക് കടന്നിരിക്കുന്നത് ആഫ്റ്റർ 60s ഒക്കെയാണ് കാണുന്നത്. സ്ത്രീകളിലാണ് കൂടുതലായിട്ടും താരതമ്യേന, പുരുഷന്മാരിൽ നിന്ന് താരതമ്യേന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സ്ത്രീകളിലാണ്. ഈ പ്രായമാകുന്ന സമയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ ഒരു റെസ്പോൺസിബിൾ ഒരു സ്റ്റേജിൽ നിന്ന് റെസ്റ്റ് ചെയ്യുന്നൊരു സമയമാണല്ലോ. ഇപ്പം ഒരു സൈക്കോളജിക്കൽ സ്റ്റേജ് പറയുവാണെങ്കിൽ ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ആ ഒരു ഡെസ്പെയർ എന്നുള്ളത്. ഒന്നെങ്കിൽ അവർക്ക് ഈ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി ഒരു ഭയങ്കര അഭിമാനത്തോടു കൂടി ഞാൻ റിട്ടയർമെൻറ്റ് ലൈഫിലാണെന്ന് വിചാരിക്കുന്ന ഒരു സമയം, അല്ലെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് മിസ്സായി എന്നുള്ളതിനെ പറ്റി ആകുലതയുള്ളൊരു സമയം. അപ്പോൾ ഈ ഒരു സമയത്തിലായിരിക്കും കുറച്ചും കൂടെ കൂടുതലായിട്ട്. പക്ഷേ ചില സമയത്തെങ്കിലും കുട്ടികളിലൊക്കെ, ചെറിയ കുട്ടികളിലൊക്കെ അവർ കള്ളത്തരവാ പറയുന്നത് ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ റിയലി അവർ അത് സഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അതിനെ പോട്ടെ എന്ന് വെച്ചാൽ പോലും റിയലി പെയിൻഫുള്ളാണ്. ഒരിടത്ത് പെയിൻ ആണെങ്കിൽ അടുത്ത ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ വേറൊരിടത്തായിരിക്കും. ഇതിങ്ങനെ പ്രോഗ്രസീവായിട്ട് വരുന്ന പോലത്തെ ഒരു, അതായത് ആദ്യം ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന വിഷയത്തിൽ ആദ്യം അവരുടെ ഇപ്പോൾ സ്കൂൾ അക്കാഡമിക് റിലേറ്റഡ് ആണല്ലോ. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതലും അക്കാഡമിക് റിലേറ്റഡ് വരാം, അല്ലെ പിയർ പ്രഷറുകൾ വരാം, അതായത് കൂടെ പഠിക്കുന്നവരുടേത്, അല്ലെ ടീച്ചേഴ്സ്, ഇവരൊക്കെയാണല്ലോ ഇവരുമായിട്ട് കൂടുതൽ ഇടപെടുന്നവർ. അപ്പൊ അവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങളോ അല്ലെങ്കിൽ തിക്താനുഭവങ്ങളെന്ന് അവർ പെർസീവ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഇവരെടുക്കുന്നത്, ഇപ്പൊ ഒരു ടീച്ചർ കുട്ടിയോട് എല്ലാ ദിവസവും ചോദ്യം ചോദിക്കുന്നു, കുട്ടി പെട്ടെന്ന് അതിനെ കണക്കാക്കുന്നത് ടീച്ചറിന് എന്നോട് ഇഷ്ടമില്ല, അപ്പൊ അതുകൊണ്ട് എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പേടി. അപ്പോൾ ഈ ഒരു പേടി ഒരു അവോയ്ഡന്റ് നേച്ചറിലേക്ക് കൊണ്ടുവരും. അതായത് അസുഖമായിട്ട് കാണുമോ? അത് പിന്നീട് ഒരു അസുഖത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ആ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ആദ്യം പറയുന്ന കംപ്ലൈന്റ് എനിക്ക് തലവേദനയാ, അല്ല എനിക്ക് വയറുവേദനയാ, ഇന്ന് എനിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് കാലുവേദനയാ. അവസാനം ഈ കാലുവേദന, കൈവേദന എന്നൊക്കെ പറയുന്നൊരു കാര്യം ഹാബിച്വൽ ആകുവാണ്. ഹാബിച്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മനസ്സിലേക്ക് അവൻ ചുമ്മാതെയാണ് ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് സൈക്കോളജിക്കലി അത് അവൻ അനുഭവിക്കാൻ തുടങ്ങുന്നു. എനിക്ക് കാലുവേദനയാ. സോ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് കാലുവേദനയ്ക്ക് അല്ലെ കാലുവേദനയായിട്ടിരിക്കുന്ന ഒരാളിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ പോലും കാലിൽ കാണാനായിട്ട് സാധിക്കും.
കാരണം ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ ഇത് ഈ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ആദ്യം എടുത്തൊരു അടവാണ് എങ്കിൽ പോലും പിന്നീട് അത് തുടരെയുള്ള പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആയിട്ട് മാറുന്നു. പക്ഷേ നമുക്കറിയാം ഹോസ്പിറ്റലുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റു പല അസസ്മെന്റുകൾ ചെയ്യാനുണ്ട്. ഈ അസസ്മെന്റുകളും ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാലും നെഗറ്റീവാണ്. അതായത് അങ്ങനെ ഒരു പ്രോബ്ലം ആ കുട്ടിക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള യാതൊരു സയന്റിഫിക് കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. കുട്ടികളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചില സമയങ്ങളിലെങ്കിലും നമ്മൾ അവർക്ക് ഇപ്പം പഠിക്കുന്ന സമയങ്ങളിൽ അവിടെ നിന്ന് ബോർഡ് കാണാൻ പറ്റും, വിഷ്വലി വല്ല പ്രശ്നമുണ്ടോ, ഇനി ലേണിംഗ് ഡിസബിലിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വല്ല വിഷയങ്ങളാണോ എന്നൊക്കെയുള്ള നമ്മൾ നേരത്തെ നോക്കണമായിരിക്കും. ചിലപ്പോൾ കുട്ടികൾക്ക് ചില മാത്സ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ റീഡിങ് പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ റൈറ്റിംഗ് പ്രോബ്ലം ആയിരിക്കും. അപ്പം കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പം ഇത്തരം ചില കാര്യങ്ങളും കൂടെ നമ്മൾ പരിഗണിക്കുന്നത് ചിലപ്പം നല്ലതായിരിക്കും. കാരണം മാം പറഞ്ഞതുപോലെ തന്നെ ഈ ലേണിംഗ് ഡിസബിലിറ്റി, അതായത് പഠന വൈകല്യവുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമുക്ക് റെഫറൽ കേസുകൾ കിട്ടാറുണ്ട്. അതായത് കുട്ടികൾ സാധാരണ പീഡിയാട്രീഷ്യൻ്റെ അടുത്താണ് ഇങ്ങനെ ഓരോ പ്രോബ്ലംസ് ആയിട്ട്, ഇപ്പം എനിക്ക് അക്ഷരങ്ങളൊന്നും എനിക്ക് കാണത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നു, അപ്പം ഇതുപോലുള്ള കംപ്ലൈൻറ്റുമായിട്ടാണ് ചെല്ലുന്നത്. പക്ഷെ അവിടെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. അപ്പം പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു മെഡിക്കലി ഫിസിയോളജിക്കലി റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ളത് ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആണെങ്കിലും അതിന് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ബാധിക്കും. ചെറിയൊരു അസുഖം പോലും ഒരു പേടി കൂടി മാരകമായിട്ടുള്ള എന്തോ ഒരു അസുഖത്തിലേക്കാണോ ഞാൻ പോയിക്കൊണ്ട്, അങ്ങനത്തെ ഒരു ടെൻഷൻ കണ്ടിട്ടുണ്ട് പലരിലും. ഓക്കെ, അതും നമ്മുടെ ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡറിൽ തന്നെയുള്ള വേറൊരു കാറ്റഗറിയാണ്, ഒരു ഹൈപ്പോകോൺട്രിയാക്കൽ ഡിസോർഡർ എന്ന് പറയും. അതായത് ഒരു തുമ്മിയാ മതി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജലദോഷം വന്നാൽ മതി, ഉടനെ അവരുടെ വിചാരം മുഴുവനും എന്തോ ക്യാൻസർ ആണ്, എയ്ഡ്സ് ആണ്. അപ്പൊ അതായത് വളരെ ഭീകരമായിട്ടുള്ള ഏതോ ഒരു പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അപ്പൊ ഇത് അതിന്റെ തുടക്കമാണ്. അതിന്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ വല്ലാണ്ട് ഈ ഗൂഗിളിൽ അവർ സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഈ ഗൂഗിൾ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് ആരാണോ എവിടുന്നാണ് കൊടുക്കുന്നത് പോലും അറിയത്തില്ല. സ്പെസിഫിക്കലി എൻ്റെ കാര്യമല്ല ഈ ഗൂഗിൾ പറയുന്നത്. അത് നോക്കിയിട്ട് വീണ്ടും ഈ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ ഒരു 5 ലക്ഷണം എനിക്കുണ്ട്, അപ്പൊ എനിക്ക് ഈ രോഗമായിരിക്കും. അത് വളരെ വളരെ ഒരു നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ സാധാരണ എൻ്റെ അടുക്കെ വരുന്ന, പ്രത്യേകിച്ച് ഇങ്ങനെ ഫിസിക്കലി കംപ്ലൈൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആങ്സൈറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വരുമ്പോഴേ ഞാൻ പെട്ടെന്ന് പറയും, നിങ്ങളൊരു പണി ചെയ്യണം, ഒരു പ്രൊഫഷണലെ വിശ്വസിക്കണം. ഇപ്പം ഞാൻ ഇതിന് ഗൂഗിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിനൊരു എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ പറയുകയല്ല. പക്ഷേ ഓരോരുത്തർ അതിനെ കാണുന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ സാധാരണ ഇങ്ങനെയുള്ളവർ ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ അവർ ഓരോ ലക്ഷണം വായിച്ചിട്ട് ചിന്തിക്കും, എനിക്കിത് ഉണ്ടല്ലോ. അപ്പോൾ അതിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാ അപ്പോൾ എനിക്കിതുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ലക്ഷണം എനിക്കുണ്ട്, രണ്ടാമത്തെ ലക്ഷണം വായിച്ചിട്ട് ഈ ലക്ഷണം എനിക്കുണ്ട് എന്ന് പറയുന്നത് പോലെയാണല്ലോ ഞാൻ തോന്നിയത്. എന്നിട്ട് ഇതിനെല്ലാം കൂടി നമ്മുടെ കാര്യവുമായിട്ട് പൊരുത്തപ്പെടുത്തി അവസാനം ഇതിന്റെ അടിയിൽ ഒരു ഡയഗ്നോസിസ് കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ ഇതിനൊരു ഒരു ഹെഡിങ് ഉണ്ടായിരിക്കും, അപ്പൊ ഇതാണ്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനെയർ ആണെങ്കിലും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒരു റിസൾട്ട് അവർക്ക് കിട്ടിക്കഴിയും, അപ്പോൾ ഇതുണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ച് കഴിയും. അത് മാത്രമല്ല വേറൊരു പോയിന്റ് എനിക്ക് തോന്നുന്നത്, നമ്മളിപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആൾക്കാരെ നമ്മൾ ഓരോരുത്തരും, തെറാപ്പിക്ക് വരുന്ന ആൾക്കാരാണെങ്കിലും ഓരോരുത്തരും യുണീക്കായിട്ട് അവരുടെ സിറ്റുവേഷൻസ് യുണീക്കാണ്. ഈ സിംറ്റംസ് നമ്മൾ DSMലോ അല്ലെ ICDയിലോ കാണുന്ന സിംറ്റംസ് എല്ലാം ഉണ്ടെന്നിരിക്കലും, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചെങ്കിലും ഉണ്ടെന്നിരിക്കലും, നമ്മൾ അവരുടെ ഒരു തെറാപ്പി ലെവലിൽ നോക്കുമ്പോൾ അവരെ നമ്മൾ പരിഗണിക്കേണ്ടത് അവരുടെ സിറ്റുവേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗൂഗിളിലൊക്കെ മാത്രം സെർച്ച് ചെയ്യുമ്പം നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നത്. പിന്നെ ഇതേപോലെ തന്നെ നമ്മളോട് ചിലർ ചോദിക്കാറുണ്ട്, സിസ്റ്ററെ ഇപ്പോൾ ഈ നമ്മുടെ തന്നെ മാനസികാരോഗ്യ ചർച്ചാ പരിപാടികളും സിസ്റ്ററെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ചികിത്സകളും കൂടി അവിടെ കൂടി അങ്ങ് പറഞ്ഞേര്, അപ്പൊ ഞങ്ങൾ അങ്ങ് എടുത്താൽ മതിയല്ലോ, വേറെ ആരെയും പോയി കാണും. അപ്പൊ ഞാൻ സാധാരണ എന്നോട് അങ്ങനെ പേഴ്സണലായിട്ട് പറയുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ്, ഓരോ വ്യക്തിക്കും വ്യതിരക്തതകളുണ്ട്, വ്യത്യസ്തമാണ്. അപ്പൊ ഈ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ ഇത് രോഗലക്ഷണം ഇതൊക്കെ ആണെങ്കിലും ചിലപ്പോൾ കൊടുക്കേണ്ട ചികിത്സാ രീതികൾ വെവ്വേറെ ആയിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഒരു പേഴ്സണൽ സെന്റേഡ് ആൻഡ് പേഴ്സണൽ ബേസ്ഡ് അപ്രോച്ചാണ് ഞാൻ സ്വീകരിക്കുന്നത്. അവർക്ക് എന്താണ് ആവശ്യം അത് കൊടുത്താൽ മതി. പക്ഷെ ജനറൽ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡെയിലി ആക്ടിവിറ്റി സ്കെഡ്യൂളിങ്, അതായത് ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് എല്ലാവർക്കും ബാധകമാണ്.
പക്ഷേ ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന ആങ്സൈറ്റിയുടെ ലെവല്, അവരിലത് അത് പുറത്തേക്ക് വരുന്ന ലക്ഷണങ്ങൾ, ഇതെല്ലാം തമ്മിൽ വേരിയേഷൻസ് ഉണ്ട്. അല്ല, അവരുടെ സിറ്റുവേഷനും വ്യത്യാസമായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു അമ്മ പോലെ അല്ല ഒരു അപ്പൻ്റെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വരുന്നത്, കുട്ടികളുടെ സിറ്റുവേഷൻ വരുന്നത്, സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയായിരിക്കണം അതിനകത്ത്, ഇവരുടെ കരിയറിൻ്റെ ഷിഫ്റ്റ്, സമയം, ഇതെല്ലാം. കാരണം ഫാസ്റ്റായിട്ട് ജീവിക്കുന്നവരുണ്ടാവും, ഒത്തിരി ടൈമിൽ പ്രശ്നമുള്ളവരുണ്ടാവും, ടൈം കൂടുതലുള്ളവരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഇതേ നമുക്ക് പരിഗണിച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രത്യേകിച്ച് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ പോലെയുള്ളവർ ഇപ്പോൾ എപ്പോഴും ഇവർ ഡോക്ടേഴ്സിനെ കാണണമെന്നില്ല. ചില സമയങ്ങളിൽ ഇവർ ഈ പറയുന്ന ഗൂഗിൾ ഡോക്ടറെ കാണും. ഓക്കെ, പാരസെറ്റമോൾ ഇതിന് കഴിക്കാം അല്ലേ. അപ്പൊ പിന്നെ അവര് അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറയാം, ഒരിക്കലും നമ്മളൊരു ചികിത്സ, ഒരു സെൽഫ് മെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം അത് ഗുണത്തേക്കാൾ ഏറെ നമുക്ക് ദോഷം ചെയ്യും. ഇപ്പം ചില സമയങ്ങളിലൊക്കെ നല്ലൊരു തലവേദന വന്നു, നമുക്കൊരു ട്രാവൽ ചെയ്യാണ്ട് നമുക്കറിയാം ഇന്നത് കൊണ്ടാണ് തലവേദന. നമ്മൾ ജനറലി ചില മരുന്നുകൾ നമ്മൾ കോമൺലി കഴിക്കുന്ന ചില മരുന്നുകളുണ്ട്, അത് ഓക്കെ. പക്ഷെ അതും അമിതമാകരുത്. ചിലരിങ്ങനെ സ്ട്രിപ്പ് കണക്കിനാണ് മേടിച്ചു വെച്ചേക്കുന്നത്, സഞ്ചിക്കാതെ തൂക്കിക്കൊണ്ട് പോകുക മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. എന്തിനാ? ഇതിനി വരാൻ ചാൻസ് ഉണ്ട്. ഈ ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് മൺസൂൺ കാലം ആകാറായി, ഏതാണ്ട് മൺസൂൺ മേള പോലെയാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ചില സംവിധാനങ്ങളൊക്കെ ചിലരുടെ മനസ്സിലിങ്ങനെ കിടക്കും. നമ്മുടെ നമുക്ക് ഇപ്പൊ ധാരാളം യൂട്യൂബിലൊക്കെ ധാരാളം ഇതിന്റെ എഡ്യൂക്കേഷൻ വീഡിയോസ് ആണല്ലോ. നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ എന്താണെന്ന് നമ്മൾ അറിയാതെയാണ് പലപ്പോഴും നമ്മൾ പലതും ചെയ്യുന്നത്. അവർക്ക് ലൈക്സും ഷെയറും ഓക്കെ, അതിന് ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല. ഇതേ സിമിലർ സിറ്റുവേഷനാണ് ധാരാളം ഹോസ്പിറ്റലുകളിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു ബിസിനസ് ആയിട്ടൊരു പ്രൊമോഷനായിട്ട് മാറുന്നുണ്ടോ. നമ്മൾ ഹോസ്പിറ്റൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയല്ല, പക്ഷെ പലരും ഇതൊരു ശരിക്കും നല്ലൊരു കച്ചവടമാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് മെഡിസിൻ വാങ്ങിക്കാൻ ആൾക്കാർ വരുമല്ലേ. ഇപ്പൊ ഈ ഒരു സമയത്ത് ഞാനൊരു കേസ് ഓർക്കുകയായിരുന്നു. നമ്മുടെ ഇടയ്ക്കിൽ വന്ന് ഒരു ഏകദേശം ഒരു 55ഓളം വയസ്സ് പ്രായമുള്ള അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചിയുടെ മകൻ ഒരു ദിവസം പറഞ്ഞു, അമ്മ ഇവിടെ ഇരുന്ന് ഒന്ന്, എല്ലാ ദിവസവും അമ്മ പ്രാർത്ഥിക്കാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ, ആ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് അമ്മ വന്നിരുന്നിട്ട് ഒരു അരമണിക്കൂർ അമ്മയെക്കുറിച്ചൊന്ന് ചിന്തിക്കും. അമ്മ എത്രമാത്രം മരുന്ന് കഴിക്കുന്നുണ്ട്, എന്തെല്ലാം രോഗങ്ങളുടെ ലിസ്റ്റുകൾ അമ്മ പറയുന്നുണ്ട്. ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് അമ്മ തന്നെ പോകത്തില്ല, വേറൊരാളും കൂടി കൂടെ പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ലീവ് എടുത്ത് ഞാൻ ഓൾമോസ്റ്റ് മടുത്തു. എന്നിട്ട് ഈ മകൻ പറഞ്ഞു, അമ്മ ഞാനൊരു അതായത് മകൻ്റെ ഒരു കല്യാണപ്രായമൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്, പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല. മകൻ പറഞ്ഞു, അമ്മയെ ഒരു കല്യാണം പോലും മാറ്റി വെച്ചിട്ട് ഇപ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ പൊന്നമ്മയെ ഒന്നിരുന്ന് ചിന്തിക്കുമെന്ന് പറഞ്ഞു. ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇൻസൈറ്റ് കിട്ടിയത് കൊണ്ടാവാം എൻ്റെ അടുക്കേ വന്നു. എൻ്റെ അടുക്കേ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സിസ്റ്റർ, ഇങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ വന്ന് പറയുമോയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ മകൻ പറഞ്ഞ് ചിന്തിച്ചത് കൊണ്ട് ഇന്ന് മകൻ ഓഫീസിൽ പോയി ഞാൻ വന്നിരിക്കുവാണ്. പുള്ളിയുടെ സ്റ്റോറി പറയുന്നത് ഇതാണ്: എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ എനിക്ക് എന്തെങ്കിലും തലയ്ക്കൊരു പെരുപ്പ് പോലെ തോന്നുക, അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം തളർന്നു പോകുന്നത് പോലെ തോന്നുക. പിന്നെ ഇടത് സൈഡിൽ, എൻ്റെ ഷോൾഡറിൻ്റെ ഇടത് സൈഡിലായിട്ട് വേദന വരുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കും എന്തെങ്കിലും അറ്റാക്ക് വരാൻ പോവുകയാണോ എന്ന് ഓർക്കും. പിന്നെ എന്നും നടുവേദനയാണ്, ഒരു കൈകാല് വേദനയും പിരിവിരിപ്പ് പോലെ. പിന്നെ ചില സമയത്ത് ചലനശേഷി നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് എനിക്കൊരു സംശയം. പിന്നെ എനിക്ക് ഇങ്ങനെ നെഞ്ചിരിച്ചില്, വയറ്റിലരിച്ചില്. അപ്പം എല്ലാ ദിവസവും ഇതേപോലത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം ഞാൻ ആ ഹിസ്റ്ററി ചോദിച്ചപ്പോഴത്തേക്കും അമ്മച്ചി പറഞ്ഞത് ഒരു ഏകദേശം 3 വർഷക്കാലമായി ഹസ്ബൻഡ് ഇല്ല. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഇവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു, നല്ലൊരു സ്നേഹത്തിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് ക്യാൻസർ വന്നാണ് മരിക്കുന്നത്. അപ്പോൾ ഈ ക്യാൻസർ വന്നു എങ്കിലും അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ വന്നപ്പോഴാണ് അറിയുന്നത് പോലും. കാരണം അദ്ദേഹത്തിന് ഇത് പനി, ചുമ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ പെട്ടെന്ന് പോയി മരുന്ന് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ഡോക്ടറെ കാണണമെന്ന് പറയുന്ന ഒരാളൊന്നും അല്ല. പുള്ളി അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കാണ് ഡോക്ടറെ പോയി കാണാനും ചികിത്സകൾ തുടങ്ങാനും ഒക്കെ പറ്റിയത്. അപ്പോൾ ഇത് പുള്ളിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം വന്നിട്ടുണ്ട്. കാരണം ഒരു പനിയും ചുമയിലൊക്കെ തുടങ്ങിയ കാര്യം ഇത്ര സീരിയസ് ആയിട്ട് മരിച്ചു പോകുമെന്ന് ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്മച്ചിക്ക് ഒരു 1.5 വർഷമായി ചെറിയൊരു ചുമ വന്നാൽ മതി, പനി വന്നാൽ മതി, ഉടനെ പേടിയാ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്.
അതുപോലെ തന്നെ വേറൊരു മകളുള്ള സെറ്റിൽഡ് ആണ്, വിദേശത്താണ്. അപ്പം മകൾ അടുത്തില്ല. അതുകൊണ്ട് ഈ മകനെയും കൊണ്ടാണ് എല്ലാ ദിവസവും ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അമ്മച്ചിക്ക് ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്ന് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞോ എന്നൊരു സംശയം വരും. അതുകൊണ്ടാണ് ഈ മകനെ കൊണ്ടുപോകുന്നത്. അപ്പം മകനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ ക്ലാസ് കൊടുക്കും. എടാ എനിക്ക് ഇതുപോലെയാണ് വേദന, ഒരു വേദന വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ ഇന്നൊരു സ്ഥലത്ത് വേദന, പിന്നെ 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സ്ഥലത്ത് വേദന, അല്ലെങ്കിൽ ഇതുപോലെയുണ്ട്, ഞാൻ ഇത്രയും ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ, ഇത്രയും ഉറക്കമേ എനിക്കുള്ളൂ, ഇതെല്ലാം പറഞ്ഞ് കേൾപ്പിക്കും. ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്ന് ഇത് മുഴുവനും പറയണം. ഇനി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ഞാൻ കേട്ടില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് മോനെയും കൊണ്ടുപോകുന്നത്. എല്ലാ ടെസ്റ്റുകളും ചെയ്യും. അപ്പം ഇത് നെഗറ്റീവ് ആകുമായിരിക്കും എന്ന് ചില നേരത്ത് മനസ്സിൽ വരും. പക്ഷെ എന്നാലും അത് പറയാൻ പേടിയാണ്. കാരണം ഇൻ കേസ് എങ്ങാനും പ്രശ്നമായാലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ അമ്മച്ചി ഒന്ന് പറയുന്നപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ഇത്രമാത്രം ഇരുന്ന് ആലോചിച്ചല്ലോ കക്ഷിയെന്ന് ഞാൻ ഓർത്തു. കാരണം ആലോചിച്ച് എന്തോ പ്രശ്നമുണ്ട്. അപ്പം പലപ്പോഴും പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി ഒരു പണി ചെയ്യുക, ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് നോക്ക്. ചെന്ന് ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒരു ആശ്വാസം വരും. അപ്പം ഇങ്ങനെ 1-2 പ്രാവശ്യം പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സൈക്കോളജിസ്റ്റ് കൗൺസിലേഴ്സ് ആരോ പറഞ്ഞു, ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇത്രയും രോഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ അമ്മച്ചി പറഞ്ഞു, എൻ്റെ രോഗങ്ങൾ അവർ കണ്ടുപിടിക്കത്തില്ല, അതുകൊണ്ട് അവരുടെ അടുക്കൽ പോകാൻ പറ്റത്തില്ല, അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയാണ് തിരിച്ച് പിന്നെയും ഹോസ്പിറ്റലുകളിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അഷ്വറൻസ് അവർക്ക് കിട്ടുന്നില്ല. അപ്പം ഇരുന്നൊന്ന് ചിന്തിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കുറേ കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാൻ മനസ്സായി. എൻ്റെ ഈ രോഗങ്ങൾക്ക് ഇതുവരെയും രോഗകാരണമോ അല്ലെങ്കിൽ ഇതൊരു രോഗമാണെന്നോ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഈ ഡോക്ടേഴ്സ് ഷോപ്പിംഗ് പോലെ ഇങ്ങനെ നടക്കുമല്ലേ. അഷുറൻസ് കിട്ടിയില്ലെങ്കിൽ അവർ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലാത്ത രോഗങ്ങൾ പോലും ഉണ്ട്, അവസാനം ഉള്ളതായി മാറും. അത് രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പം ആദ്യമേ ഒരു ചുമ, ഇപ്പം ഈ അമ്മച്ചി തന്നെ പറയാം, വിട്ടുമാറാത്ത ചുമ എനിക്കുണ്ടായിരുന്നു. അപ്പം ഈ ചുമയ്ക്കുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഒരു വീസിങ് പോലെ കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ ചുമച്ച് നെഞ്ചിന് വേദന പോലെ തോന്നി. അപ്പോൾ പെയിൻ കില്ലർ എടുക്കാൻ തുടങ്ങി. അപ്പം ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാതെ പെയിൻ കില്ലേഴ്സ് എല്ലാം എടുത്തു. അത് വയറിനെ അഫക്റ്റ് ചെയ്തു. അപ്പോൾ ഒരു വയറ്റിൽ ഡിസ്കംഫർട്ടായി, ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആയി, അത് പതുക്കെ വയറിൽ എരിച്ചിലായി, ചെറിയ അൾസേഴ്സായി. അപ്പം അത് തന്നെ ആയില്ലേ രോഗം, അടുത്ത രോഗമായില്ലേ. അപ്പം ഈ രോഗമില്ലാത്തിടത്ത് നിന്ന് രോഗത്തിലുള്ള മരുന്ന് കഴിച്ച് രോഗമായി തീർന്നു. അപ്പം ഇത് വന്നു പറഞ്ഞു, എനിക്ക് തോന്നുന്നു അമ്മച്ചിക്ക് ആ ഒരു ഇൻസൈറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് വന്നത്. വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ശരിയാ, ഇപ്പം മനസ്സിലാകുന്നില്ലേ, ഇതൊരു നമ്മുടെ ഒരു ശാരീരിക രോഗത്തിൻ്റെ അവസ്ഥയല്ല, അതിനേക്കാൾ ഉപരി ആങ്സൈറ്റിയിൽ നിന്ന്, ഉത്കണ്ഠയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അമ്മച്ചി പറയാം, ഞാൻ കുറേ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്നെ പോലെ തന്നെ രോഗമുള്ള കുറേ പേരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊന്നും ആശുപത്രി പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവരെല്ലാം കൂട്ടിക്കൊണ്ട് വരാമെന്ന്. അപ്പോൾ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ റിലേറ്റഡ് കണ്ടീഷൻസിൽ ഒരു മെജോറിറ്റി ഇതുപോലെ പോകുന്നത്. പക്ഷെ അത് കണ്ടെത്തുന്നില്ല. പലപ്പോഴും ഒരു ബിസിനസ് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് അങ്ങനെ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചെന്ന് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ പ്രശ്നമുള്ള എല്ലാത്തിനും ടെസ്റ്റുകളിലേക്ക് നമ്മൾ കയറുകയാണ്. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. തീർച്ചയായിട്ടും അതും ഒരു മെഡിക്കൽ എത്തിക്സ് ആണല്ലോ. കാരണം ഒരാളൊരു രോഗവുമായിട്ട് വരുമ്പോൾ അയാളുടെ ലക്ഷണങ്ങളിൽ നിന്ന് ഏത് ഡയഗ്നോസിസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ ആരാ ചെയ്യുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഒരു അസുഖമില്ല എന്ന് പറഞ്ഞു വിടാൻ ഡോക്ടേഴ്സ് പോലും മടിക്കുന്നു. അല്ല, അതിനകത്ത് വേറൊരു പ്രശ്നങ്ങളുണ്ട്. അതായത് ഇവര് ചില പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാലും ടെസ്റ്റ് ചെയ്യിപ്പിച്ചാണ്. ഇനി ആ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല, അതുകൊണ്ട് അടുത്ത ആ ഡോക്ടർ ശരിയല്ല,
അതുകൊണ്ടാണ് ഇത് എത്രമാത്രം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നറിയാം. പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സൊമാറ്റോഫോൺ ഡിസോർഡേഴ്സ് ഒന്നും ഡയറക്റ്റ് ആയിട്ട് വരികയില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു കേസ് എക്സെപ്ഷണൽ കേസാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വരില്ല. എല്ലാം റഫറൽ കേസുകളാണ്. ഫിസിഷ്യൻ റെഫർ ചെയ്യുന്നു, കാർഡിയോളജിസ്റ്റ് റെഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റ് റെഫർ ചെയ്യുന്നു. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് നമുക്ക് ഇതേപോലത്തെ റെഫറൽ കേസുകൾ കിട്ടുന്നത്. കാരണം ഡോക്ടേഴ്സിന് മനസ്സിലായി ഇത് മരുന്ന് കൊടുക്കേണ്ട ഒരു കാര്യമില്ല, ഇതിന് ഇവർക്കൊരു ആവശ്യം ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്, വേണ്ട രീതിയിലുള്ളൊരു റിലാക്സേഷനാണ്. അവരുടെ സ്ട്രെസ്സിനെ മനസ്സിലാക്കി അവർക്കൊരു ഫാമിലി തെറാപ്പിയോ കാര്യങ്ങളോ ഒക്കെ കൊടുത്താൽ മതി എന്ന് മനസ്സിലായിക്കൊണ്ടാണ് നമ്മുടെ അടുക്കലേക്ക് റെഫറൽസ് വരുന്നത്. പക്ഷേ ചിലപ്പോഴെല്ലാം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ ബിസിനസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെയുള്ള പേഷ്യൻസിനെ വിട്ടുകൊടുക്കില്ല. പല ഡോക്ടേഴ്സിനെയും കണ്ട് പല മെഡിസിനും കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കുന്ന പ്രായമായ ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കെട്ടുകണക്കിന് കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിലിടുന്നവരുണ്ട്. കാരണം ഈ മരുന്നുകളെല്ലാം മേടിച്ചു, അതിലൊരു മരുന്ന് കഴിച്ചു, അപ്പൊ വലിയ കുറവില്ല എന്ന് തോന്നി, അത് കൊള്ളുകയല്ലാത്ത ഗുളികയ. ഇതുപോലെ തന്നെ പൈസ നോക്കി അതിന് എത്ര രൂപയായി, ഇതിന് 20 രൂപ, 20 രൂപയുടെ മരുന്നാണ്, എനിക്ക് വേണ്ട, അതുകൊണ്ട് മാറ്റിവെച്ചു. ഒത്തിരി കുടുംബങ്ങൾ ഇത് പ്രശ്നമുണ്ട്. ഇവൺ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ആരോഗ്യ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകരിൽ നിന്നും എനിക്ക് കോളുകൾ ലഭിച്ചിട്ടുണ്ട്. ചിലരൊക്കെ പറയും, സിസ്റ്ററെ ഇങ്ങനെയുള്ളൊരു കാര്യം ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാവോ, വീട്ടില് ഞാൻ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പക്ഷെ ഇങ്ങനെയുള്ള പരിപാടികളിൽ അമ്മച്ചി ഭയങ്കര ട്രസ്റ്റ്ഫുള്ളാണ്, അപ്പൊ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രായമായ ആളുകളിലല്ല. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവന്റെ അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചതാ. അപ്പോൾ ഈ പാരമ്പര്യമായിട്ടുണ്ടാവുന്ന ചില രോഗങ്ങൾ എന്നൊക്കെ, ഇപ്പോൾ ഷുഗർ ആയാലും, ഇപ്പോൾ ഒരു വീട്ടിലൊരാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്കും വരുമെന്ന് ചിന്തിച്ച്, ഇത് ഒരു അധികം പ്രായമില്ലാത്ത ഒരാൾ പോലും ആ ഒരു ടെൻഷനിൽ കാണുന്നുണ്ട്. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇപ്പം നമ്മൾ അങ്ങനെ ഇപ്പോൾ ഒരു ജനറ്റിക് ഡിസീസ് അല്ലെങ്കിൽ ജനറ്റിക് ഇൽനെസ് ഒരു കുടുംബത്തിലുണ്ട് എങ്കിൽ, ഒരാൾക്ക് അതേപോലത്തെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും അതിന് ചിന്തിച്ച് ലക്ഷണങ്ങൾ എനിക്ക് ഉണ്ടോ, ഇതൊരു പേടി കൊണ്ട് വരുന്ന ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് അത് അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതായത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നില്ല, എപ്പോഴും ഇങ്ങനൊരു ചിന്ത മാത്രം, എനിക്ക് രോഗം വരുമോ, ഇനി അങ്ങനെ ആയിരിക്കുമോ, വേറൊന്നും പുതിയതായിട്ട് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റീഅഷുറൻസ് വേണം. കാരണം ഇതൊരു സ്ട്രെസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അവർക്കതിനെ കൃത്യമായിട്ട് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ അതിൽ നിന്ന് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഡിപ്രഷനിലേക്ക് പോകും. കാരണം ശരിക്കുള്ള ആരോഗ്യ പ്രശ്നത്തിലേക്ക് അവർ പോവില്ല, അതായത് ശാരീരിക ആരോഗ്യ പ്രശ്നത്തിലേക്ക് പോവില്ല. ഇതേപോലെയുള്ള കാര്യം ചിന്തിച്ച് 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 ഡിപ്രഷനിലേക്ക് പോകും, അല്ലെങ്കിൽ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ഇഷ്യൂസിലേക്ക് പോകാറുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഈ നമുക്ക് കണ്ട ഈ കേസിൽ അമ്മച്ചി പറയുന്നൊരു കാര്യം, എൻ്റെ ഹസ്ബൻഡിനോട് ഞങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഈ വിട്ടുമാറാത്ത പനിയാണ്, എവിടെയെങ്കിലും പോയി കാണിക്കണം, പുള്ളി അത് ചെയ്യില്ല. ചെറിയ ആൻറ്റിഡോട്ട്സ് ഒക്കെ ചെയ്ത് ലൊട്ടിലൊടുക്ക് വിദ്യയൊക്കെ ചെയ്ത് പുള്ളി അങ്ങ് കഴിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ ഒട്ടും പറ്റാതെ വരുന്നൊരവസ്ഥയിലാണ് പുള്ളിയെ കൊണ്ടുപോകേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് വിഭാഗക്കാരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അസുഖമാണെങ്കിലും സ്വയം ചികിത്സിച്ച് മാറ്റുന്ന അങ്ങനത്തെ ഒരു ഇതിലേക്കും വരുന്നുണ്ട്. അവർ മാരകമായ അസുഖങ്ങളിലേക്ക് പിന്നീട് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചികിത്സിക്കാൻ വിളിച്ചാലും ചെല്ലാത്തവരുണ്ട്. ചിലരിപ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു കേസ് കണ്ടതിൽ ഞാൻ മനസ്സിലാക്കിയത്, അവർ റിട്ടയർഡ് ആയിട്ടിരിക്കുവാണ്. അപ്പോൾ വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല, മക്കളാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ മക്കളാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇടപെടുന്നത്. അപ്പോൾ മക്കൾക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനറിയാം എനിക്ക് വലിയൊരു പ്രശ്നമാണ്, എനിക്ക് എന്തോ ഒരു രോഗമുണ്ട് എന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. അതിനുള്ള ലക്ഷണങ്ങളെല്ലാം ശരീരത്തിൽ കാണുന്നുണ്ട്. പക്ഷെ മക്കളെ കഷ്ടപ്പെടുത്തണ്ട, പൈസ ചിലവാകുമല്ലോ എന്നോർത്തിട്ട് വച്ചുകൊണ്ടിരുന്നു. അവസാനം ഇതെല്ലാം വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗമുണ്ട് എന്ന് ലക്ഷണങ്ങളിലൂടെ കണ്ടെത്തുകയും അത് രോഗമാണെന്ന് നമുക്ക് തന്നെ കൃത്യമായിട്ട് തീർച്ച ഉണ്ടായിട്ടും
ഒരിക്കൽ പോലും ഹോസ്പിറ്റലുകളിൽ പോകാത്ത അല്ലെങ്കിൽ ഒരു ചികിത്സ തേടാത്തവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. കാരണം അവര് മൂലം, കാരണം അവരെ സ്നേഹിക്കുന്നവര് അവരുടെ ഫാമിലിയിലുണ്ട്, അല്ലെങ്കിൽ അവരെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ആവശ്യമുള്ളവർ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരതിനൊന്നും വകവയ്ക്കാതെ അത് മനുഷ്യന് മനസ്സിലാക്കാത്തതെന്ന് വെച്ചാൽ, ശരിക്കും പറയാം, ഇങ്ങനെ ഒരാൾ ഇപ്പം അത് ഭയങ്കരമായിട്ട് ആദ്യ പിടിക്കുന്ന ആൻസൈറ്റിയോടുകൂടി നിൽക്കുന്ന ഒരാളും പലയിടത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളും ഇത് ചെയ്യാത്ത ഒരാളും ബാക്കിയുള്ള സിസ്റ്റത്തെ വല്ലാണ്ട് ഒലയ്ക്കുക എന്നുള്ളൊരു കാര്യം. ഈ ഒരു ട്രയാങ്കിളിനകത്ത് പിന്നെ കുട്ടികൾ, പേരക്കുട്ടികൾ, അല്ലെങ്കിൽ കപ്പിൾസായിട്ട് അപ്പം അവരുടെ ആ ഒരു നല്ല സ്റ്റേജിൽ നല്ല റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവരുടെ കപ്പിൾസ് ലൈഫ്, ആ ഒരു ലൈഫിനെയൊക്കെ ഇത് കാര്യമായിട്ട് ബാധിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു നല്ലൊരു എഡ്യൂക്കേഷനാണ്. കാരണം ഇങ്ങനെയുള്ളപ്പം അതിനെ ഒരു ഇൻസൈറ്റ്ഫുള്ളായിട്ട് പോയി ഒന്ന് കാണുകയും സ്ഥിരീകരിക്കുകയും, അല്ലെങ്കിൽ വേണ്ട എന്താണോ മെഡിക്കേഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താ തെറാപ്പി എടുക്കേണ്ടത്, അത് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫുൾ നമ്മുടെ ഒരു ഫാമിലി നല്ലൊരു ഹാർമണിയിൽ പോകാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ചികിത്സകളാണ് ചെയ്യുന്നത്. ഒന്ന് അലോപ്പതി ചെയ്തു, പിന്നെ ഹോമിയോപ്പതി ചെയ്തു, പിന്നെ ആയുർവേദം ചെയ്തു, പിന്നെ മറ്റു പ്രകൃതി ചികിത്സകൾ ചെയ്തു. ഇതുപോലെ നടക്കുമ്പോഴത്തേക്ക് ഇവർ അനാവശ്യമായ കുറെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഇത് തന്നെ ഇവരിൽ രോഗം വരുത്തുന്നുണ്ട്. എന്നിട്ട് ഈ രോഗം വരുത്തി ഇപ്പം നമുക്കറിയാം, ഒരു ഒരു വർഷം, ഒരു 2 വർഷക്കാലമൊക്കെ ഇതേപോലെ ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് പോയി ടെസ്റ്റ് ചെയ്യുമ്പം സംഗതി ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ചിന്ത എന്താണ്? എന്നെ വേണ്ട രീതിയിൽ നോക്കിയില്ല, അന്ന് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ല. സ്ഥിരമായി പോകുന്ന ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡോക്ടർ, ആളെ മാത്രമേ കണ്ടാലേ എന്റെ രോഗം മാറൂ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. അത് ശരിയാ, അങ്ങനെയുണ്ട്. അതൊരു അഷുറൻസ്, അവരുടെ ഒരു ഫീലിംഗ് ആണ്. ചില സമയങ്ങളിൽ ഞാനും പറയാറുണ്ട്, ഇപ്പൊ അതൊരു പ്രശ്നം ആകുന്നില്ല എങ്കിൽ, സങ്കീർണമായൊരു പ്രശ്നം ആ കുടുംബത്തിന് അത് കൊടുക്കുന്നില്ല എങ്കിൽ, ചിലർക്ക് പ്രത്യേകിച്ച് ഒരു എൽഡർലി ആൾക്കാർക്കൊക്കെയാണ് പർട്ടിക്കുലർ ഡോക്ടേഴ്സിനോടൊരു ട്രസ്റ്റ് ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ അഫോർഡബിൾ ആണ്, അത് ഓക്കെ ആണ് എങ്കിൽ അത് തുടരട്ടെ, അതിൽ വലിയ പ്രശ്നം നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ഡോക്ടർ മാത്രമേ എന്നെ ചികിത്സിച്ചാൽ ശരിയാകുള്ളൂ എന്നൊരു ചിന്ത സൈക്കോളജിക്കലി അതൊരു പ്രോബ്ലമാണ്. സൈക്കോസൊമാറ്റിക് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ഇന്നത്തെ എപ്പിസോഡിൽ അവസാനിക്കുന്നില്ല. ഈ ചർച്ച ഇനിയും തുടരുന്നതായിരിക്കും. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോണ തോട്ടത്തിലിനും അതുപോലെ ടിൻഡു സോണി മാമിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിനത്തിൽ ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഏവർക്കും നന്ദി.